ദിലീപിന്റെ VIP ദർശനത്തിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. ഇവർ പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ദർശനത്തിനെത്തുന്നതെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ഈ സമയത്ത് മറ്റുള്ളവരുടെ ദർശനം മുടങ്ങിയില്ലേ എന്നും ഹൈക്കോടതി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ക്യൂവിലുണ്ടായിരുന്നു. അവരെ തടഞ്ഞതെന്തിനെന്നും ഹൈക്കോടതി ചോദിച്ചു. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം ദേവരാജ്, ഇന്നലെ രാത്രിയോടെയാണ് സന്നിധാനത്തേക്ക് ദിലീപ് എത്തുന്നത്. ദിലീപിന് ലഭിച്ച പരിഗണനകൾ മറ്റുള്ളവർക്ക് അസൗകര്യമായി മാറിയെന്നാണോ കോടതിയുടെ വിമർശനം? കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അല്പസമയം മുമ്പ് ഈ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുമ്പോൾ ഉയർത്തിയത്. ജസ്റ്റിസുമാരായ PG അജിത് കുമാർ, അനിൽ K നരേന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിൻ്റെതാണ് വിമർശനം. രൂക്ഷമായ ഭാഷയിലുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് ഉയർത്തുന്നത്. പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ദർശനത്തിനെത്തുന്നത് എന്ന്, ശബരിമലയിൽ ദർശനം തേടുന്നതെന്ന് ഹൈക്കോടതി പോലീസിനോട് ചോദിക്കുന്നു. നോർക്ക ചുമതല വഹിക്കുന്ന ആൾക്ക് എന്താണ് പ്രിവിലേജ് എന്നാണ് ഹൈക്കോടതിയുടെ അടുത്ത ചോദ്യം. ദിലീപും സംഘാംഗങ്ങളുമാണ് ദർശനം നടത്തിയതെന്ന് ദേവസ്വം ബോർഡിന്റെ പ്രാഥമികമായ മറുപടി. എത്ര പേരാണ് ദർശനത്തിനായി VIP-കൾ ഇങ്ങനെ നിരന്ന് നിന്നത് എന്ന്, അതും ഹരിവരാസനം പാടുന്ന സമയത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ ആ സമയത്ത് നിരന്നു നിന്നത് എന്ന്, മിനിറ്റുകളോളം നിരന്നതെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ഇത് കാരണം ഹരിവരാസന സമയത്ത് ദർശനം തേടാനുള്ള മറ്റുള്ളവരുടെ ദർശന സൗകര്യം, അവസരം മുടങ്ങിയില്ലേ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഈ ക്യൂവിൽ ഉണ്ടായിരുന്നത്. അവരെ തടഞ്ഞതെന്തിന്, ദർശനത്തിൽ നിന്നും തടഞ്ഞത് എന്തിന് എന്നുമാണ് ഹൈക്കോടതിയുടെ അടുത്ത ചോദ്യം. ദർശനം ലഭിക്കാതെ മടങ്ങിയവർ ആരോട് മറുപടി പറയും എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുത്തിയിട്ടാണോ ദിലീപ് ഉൾപ്പെടെയുള്ള VIP-കളുടെ ദർശനം എന്നാണ് ഹൈക്കോടതി മറ്റൊരു ചോദ്യമായി ഉന്നയിക്കുന്നത്. ഹരിവരാസന സമയത്ത് അവസാനം വരെ നിൽക്കുന്നത് ദിലീപ് ഉൾപ്പെടെ ആർക്കുമുള്ള പ്രിവിലേജ് അല്ല എന്ന് ഹൈക്കോടതി താക്കീത് നൽകുന്നു. ദിലീപിനെ ഹർജിയിൽ കക്ഷി ചേർക്കേണ്ടി വരുമെന്നും ഹൈക്കോടതി പറയുന്നു. പോലീസിന് ഇക്കാര്യത്തിൽ ഒരു ചുമതലയും നിർവഹിക്കാനില്ലേ എന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചോദിക്കുന്നത്. കോടതി ഇലക്ഷൻ നടപടികൾ ഇക്കാര്യത്തിൽ ആരംഭിക്കും എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. കാരണം ഹൈക്കോടതിയുടെ തന്നെ നിരവധിയായ ഉത്തരവുകൾ ഇക്കാര്യത്തിൽ നിലവിലുണ്ട്. മറ്റുള്ളവരുടെ ദർശനം മുടങ്ങരുത് എന്ന കാര്യത്തിൽ നിലവിലുണ്ട്. അതിന് വിരുദ്ധമായാണ് ഇന്നലെ ഹരിവരാസന സമയത്ത് ദിലീപും സംഘാംഗങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ ദർശനം എന്നാണ് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകൾക്ക് വിരുദ്ധമാണ് ഇന്നലെ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് VIP പരിഗണന നൽകി അവരുടെ ദർശനം, ഹരിവരാസന സമയത്ത് ദർശനം തേടിയ സംഭവം എന്നാണ് ഹൈക്കോടതി പറയുകയും ചെയ്യുന്നത്. ഇത്തരം സംഭവങ്ങൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണം. ഇനി ഇങ്ങനെ ഉണ്ടായാൽ അത് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണം എന്ന് ഹൈക്കോടതി രജിസ്ട്രിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറോട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ തന്നെ നിർദ്ദേശിക്കുന്നു. ഇന്ന് ദേവസ്വം ബെഞ്ച് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഒരു റിപ്പോർട്ടാണ് നൽകിയത്. തുടർന്നാണ് ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉന്നയിക്കുന്നത്. ഒപ്പം തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാനാണ് ദേവസ്വം ബോർഡിനോടും പോലീസിനോടും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ച്, ഡിവിഷൻ ബെഞ്ചാണ്, ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചാണ് ഇക്കാര്യത്തിൽ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം, ദേവസ്വം ബോർഡിനെതിരെ വിമർശനം ഉയർത്തുന്നത്. പ്രത്യേകിച്ചും നടൻ ദിലീപ് ഇന്നലെ ഹരിവരാസനം പാടുന്ന സമയത്ത് അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ദർശനത്തിനായി നിന്നു. അത് ദിലീപും സംഘാംഗങ്ങളും അങ്ങനെ ദർശനം തേടി. ആ സമയത്ത് ക്യൂവിൽ നിന്ന സ്ത്രീകളും കുട്ടികളും. തീർച്ചയായും ശ്യാം ദേവരാജ്, ഇന്നലെ രാത്രി വൈകി ശബരിമല ദർശനത്തിനെത്തിയ ദിലീപിന് എങ്ങനെയാണ് VIP പരിഗണന കിട്ടിയത്? നടയിൽ നിന്ന് എങ്ങനെയാണ് ദർശനം നടത്തിയത്? കാരണം ഇന്നലെയൊക്കെ വലിയ തിരക്കായിരുന്നല്ലോ ശബരിമലയിൽ. ഈ VIP ദർശനം നേരത്തെയും ഹൈക്കോടതിയുടെ വിമർശനത്തിന് പലവട്ടം വിധേയമായിട്ടുള്ളതാണ്. എന്നിട്ടും ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് അങ്ങനെയുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചില്ല? അതേ ചോദ്യം തന്നെയാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോടും പോലീസിനോടും ഒരേ ഭാഷയിൽ, ശക്തമായ ഭാഷയിൽ ചോദിക്കുന്നത്. ഈ ദിലീപിന്റെ സംഘാംഗങ്ങളുമാണ് ദർശനം നടത്തിയത് എന്നാണ് ദേവസ്വം ബോർഡ് നൽകിയ റിപ്പോർട്ട്. ദിലീപും സംഘാംഗങ്ങളും എന്ന് പ്രത്യേകമായി ഹൈക്കോടതി എടുത്തു പറയുന്നു. അങ്ങനെ ഹരിവരാസനം പാടുന്ന സമയത്ത് ആ നടയ്ക്ക് മുന്നിൽ നിന്ന് ഒരാൾ, ഈ ദിലീപിനും സംഘത്തിനും എങ്ങനെയാണ് അവിടെ തന്നെ നിന്ന് ദർശനം തേടാനാകുന്നത്? അങ്ങനെ ദർശനം തേടുമ്പോൾ മറ്റുള്ള ആളുകളുടെ ദർശനത്തിലുള്ള സൗകര്യമാണ് നഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ, ഭക്തർ
മണിക്കൂറുകളാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായി അയ്യപ്പനെ കാണാനായി അവിടെ ക്യൂ നിൽക്കുന്നത്. സന്നിധാനത്തിലേക്ക് സോപാനത്തിലേക്ക് നടയിലേക്ക് എത്തുന്നത്. ഇന്നലെ ആ ദൃശ്യങ്ങളടക്കം റിപ്പോർട്ടറിലൂടെ നമ്മൾ ആ ദൃശ്യങ്ങളിലടക്കം ഇപ്പോൾ കാണിച്ചു കൊടുക്കുകയാണല്ലോ ശ്യാം ദേവരാജ്. ഹരിവരാസനം പൂർത്തിയാക്കി നടയടയ്ക്കുന്നതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് ദിലീപ് നീങ്ങുന്നത്. അങ്ങനെയല്ലേ നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങളിലെ ഒരു വ്യക്തത? സുജയ പാർവതി, ഇക്കാര്യത്തിൽ ഒരു കാര്യം, ഈ നടയിൽ ദർശനം തേടുന്ന സമയത്ത് എല്ലാവരും ദർശനം തേടുക, പെട്ടെന്ന് മാറുക. കാരണം ആയിരക്കണക്കിന് ഭക്തരാണ് നടയടയ്ക്കുന്ന സമയത്തിന് തൊട്ടു മുമ്പായി അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ ദർശിക്കാൻ വേണ്ടി നടയിലേക്ക് എത്തുന്നത്, ശബരിമലയിലേക്ക് സന്നിധാനത്ത് ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുന്നത്. അങ്ങനെ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുമ്പോൾ ഒരാളും അയാളുടെ സംഘാംഗങ്ങളും, പ്രത്യേകിച്ച് നടൻ ദിലീപും അയാളുടെ സംഘാംഗങ്ങളും തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അത് മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്ന, അയ്യപ്പനെ കാണാൻ ദർശനം തേടാൻ വേണ്ടി നിൽക്കുന്ന, വ്രതമെടുത്ത് വന്നിട്ടുള്ള നിരവധിയായ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ്. മഴയും വെയിലും ഒക്കെ അത്തരം എല്ലാ ഘട്ടങ്ങളും പിന്നിട്ടാണ് അവർ ദർശനത്തിനായി എത്തുന്നത്. കരിമല കയറി, മലകയറ്റം തന്നെ കഠിനമായ ഒന്നാണ്. അങ്ങനെ കയറി എത്തുന്ന, ബുദ്ധിമുട്ടി എത്തുന്ന ആളുകൾക്ക് 11 മണിക്ക് മുമ്പ് ദർശനം പൂർത്തിയാക്കുക എന്നതാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അവർക്ക് പലർക്കും ആ സമയത്ത് ദർശനം തേടാനായില്ല. അങ്ങനെ ദർശനം തേടാതിരിക്കുന്നത് ഈ സാധാരണക്കാർ, അങ്ങനെ ദർശനം തേടാതെ മണിക്കൂറുകളായി ക്യൂവിൽ നിന്ന് ദർശനം ലഭിക്കാതിരിക്കുന്ന ആളുകൾ ഈ VIP പരിഗണന മൂലം, VIP-കൾക്ക് ലഭിക്കുന്ന പരിഗണന മൂലം ദർശനം ലഭിക്കുമ്പോൾ എങ്ങനെ ആരോട് പോയി പരാതി പറയുമെന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അതിരൂക്ഷമായ ഭാഷയിൽ. തീർച്ചയായും കടുത്ത വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു ശ്യാം ദേവരാജ്.